പ്രൈസ് ദി ലോർഡ്. മക്കൾ ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കേണ്ടതിനായിട്ടും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കേണ്ടതിനായിട്ടും അവരുടെ ഭാവി അനുഗ്രഹപൂർണമായി തീരുന്നതിനും നന്മകളാൽ നിറയപ്പെടേണ്ടതിനും ഒക്കെ ആയിട്ട് മാതാപിതാക്കൾ രാപകലില്ലാതെ കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അത് അവരുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ടൈറ്റിൽ തെറ്റിപ്പോയോ? ഒട്ടും തെറ്റിയില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ച് 27-ാം തീയതിയാണ് എന്നെ വിളിച്ച് ഒത്തിരി കരച്ചിലോടെ കണ്ണുനീരോടെ അവരുടെ മക്കളെക്കുറിച്ച് വിലപിച്ചത് എന്നോട്. ആ മക്കളെ പിതാവ് കുഞ്ഞു പ്രായത്തിലെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ അവർ പലവിധമായ ജോലികളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. ഇപ്പം അവർ സ്വന്തം കാലിൽ നിൽക്കാറായി. അവർക്ക് സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ അവരിങ്ങനെ ഈ മാതാവിനെ ഒട്ടും തിരിഞ്ഞു നോക്കാതെ, മാതാവ് ഇപ്പം രോഗിയും ആരും ആശ്രയിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ഫോട്ടോസൊക്കെ ഇവരിങ്ങനെ സ്റ്റേറ്റസിൽ കാണാറുണ്ടെന്ന്. വലിയ വലിയ ഹോട്ടലുകളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ ഇവിടെ പട്ടിണി കിടക്കുന്നതൊന്നും അവരറിയാറില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹൃദയഭേദകമായിട്ട് അവരിങ്ങനെ കരഞ്ഞപ്പം ഞാൻ ഓർത്ത്, അയ്യോ അത് ഈ കുട്ടികൾക്ക് നന്നല്ലല്ലോ. ഇത്രയും ഒരു അമ്മ കരയണമെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ അവരെ പലവിധമായിട്ട് ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ കഴിഞ്ഞ 7-ാം തീയതി അവരെന്നെ വീണ്ടും വിളിച്ചു, പറഞ്ഞു മോൾക്കൊരു വലിയ ആക്സിഡന്റ്. ഇപ്പൊ ഈ റോഡിലൂടെ പറന്നു പോകുന്ന ഒരു ബൈക്ക് ഉണ്ടല്ലോ, ഏതോ ഫ്രണ്ടിന്റെ ബൈക്ക് എടുത്ത് ഇവള് പോയി റോഡിൽ വന്ന് വീണ് ചുറ്റിക്കറങ്ങി തിരിഞ്ഞു 1 കിലോമീറ്ററോളം വലിച്ചിഴച്ച് ഇവള് ഹെൽമെറ്റ് ഉണ്ടായിരുന്നപ്പോൾ തലയ്ക്ക് മാത്രം പ്രശ്നമില്ല, ബാക്കി ശരീരം മുഴുവനും തല്ലിച്ചതഞ്ഞ മട്ടില് കാലൊക്കെ പൊടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. 1 വർഷമായാലും കുട്ടിക്ക് എണീറ്റ് നടക്കാൻ ഒക്കുമോന്ന് അറിയത്തില്ല. ഡോക്ടർമാര് കൈമലർത്തി ഇനി ചിലപ്പോൾ ഈ കാലിന് ചലനശേഷി പോലും വീണ്ടെടുക്കാനാകുമോ എന്നറിയത്തില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇഷോ ഒരമ്മ ഈ കുട്ടിയെക്കുറിച്ച് എന്തുമാത്രം കരഞ്ഞതായിരുന്നു. അതുകൊണ്ട് മക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മക്കൾ ശ്രദ്ധിക്കണം. അമ്മമാരിങ്ങനെ തീയിൽ ഇങ്ങനെ കരയുവാൻ ഇടയാക്കരുത്. അതൊരിക്കലും നന്നല്ല. മാതാപിതാക്കൾ നിങ്ങളെ ഓർത്ത് ഇങ്ങനെ വിലപിക്കാൻ ഇടയാക്കരുത്. അതൊന്ന്. മാതാപിതാക്കളും ഉണ്ട് കേട്ടോ, പിള്ളേരെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കാതെ, സ്വസ്ഥത കൊടുക്കാതെ, അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കാത്ത, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ട്. അവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിതങ്ങളെ മക്കൾ ആയിരിക്കണം, ശ്രദ്ധയോടെ ജീവിക്കണം, മാതാപിതാക്കളെ കൈക്കൊള്ളണം, അവരെ കരുതണം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ